നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചു. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കടുകൊട്ട് പൊട്ടിച്ചു. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുനുകുന അരിഞ്ഞു വെച്ച സവാളയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഇത് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി. മുക്കാൽ വേവാകുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ലൂസായിട്ട് വെക്കുന്നില്ല, നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് കറി വറ്റിച്ചെടുത്ത് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ.